പകർച്ചപ്പനിയും മഴക്കെടുതിയും പിടിമുറുക്കിയ പുതുക്കാട് മേഖലയിൽ താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർമാരുടെ കുറവ് സാധാരണക്കാരന്റെ ദുരിതമിരട്ടിയാക്കുന്നു. കഴിഞ്ഞ ദിവസം രാത്രി 160 പേർ എത്തിയ OP വിഭാഗത്തിൽ ഒരു ഡോക്ടർ മാത്രമാണ് ഉണ്ടായിരുന്നത്. വാഹനാപകടങ്ങളും മഴക്കാല രോഗങ്ങളും പെരുകിയ സമയത്തെ ഡ്യൂട്ടിയിലുള്ള ഡോക്ടറും ചക്രശ്വാസം വലിക്കുകയാണ്. അപകടങ്ങളോ അത്യാഹിതങ്ങളോ ഉണ്ടായാൽ ജില്ലാ ആശുപത്രിയിലേക്കോ മെഡിക്കൽ കോളേജിലേക്കോ റഫർ ചെയ്യുന്നതാണ് ഇവിടുത്തെ രീതി. ദേശീയപാതയിൽ ഏറ്റവും കൂടുതൽ അപകടം നടക്കുന്ന പ്രദേശമാണ് നെല്ലായി മുതൽ ആമ്പല്ലൂർ വരെയുള്ള ഭാഗം. അതിൽ തന്നെ പുതുക്കാട് സിഗ്നലിലും KSRTC സ്റ്റാൻഡ് പരിസരത്തും ദിവസേനയെന്നോണം അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇവിടങ്ങളിൽ അപകടങ്ങളുണ്ടായാൽ ഏറ്റവും അടുത്ത് വൈദ്യസഹായത്തിന് സമീപിക്കാവുന്നത് പുതുക്കാട് താലൂക്ക് ആശുപത്രിയാണ്. എന്നാൽ ഇവിടെ അത്യാഹിത വിഭാഗമോ ട്രോമാ കെയർ സംവിധാനമോ കാര്യക്ഷമമായിട്ടില്ല. അപകടത്തിൽപ്പെട്ടവരെ തൃശൂരിൽ എത്തിക്കാനുള്ള കാലതാമസം പലപ്പോഴും വലിയ ദുരന്തങ്ങൾക്ക് വഴിവെക്കുന്നു. ഡയാലിസിസ് സൌകര്യവും മികച്ച ദന്തരോഗ ചികിത്സാ വിഭാഗവും സ്പെഷ്യലൈസേഷനുമുള്ള 12 ഡോക്ടർമാരും 24 മണിക്കൂർ ഡോക്ടറുടെ സേവനവും പുതുക്കാട് താലൂക്ക് ആശുപത്രിയിലുണ്ട്. എന്നാൽ രാത്രി 8-ന് ശേഷം ഇവിടെ ഡ്യൂട്ടിയിലുണ്ടാകുന്നത് ഒരു ഡോക്ടർ മാത്രമാണ്. ദേശീയപാത 6 വരിയായി വികസിച്ചതോടെ മേഖലയിൽ അപകടങ്ങളും 10 മടങ്ങാണ്. പുതുക്കാട് സിഗ്നലിൽ കഴിഞ്ഞ 10 വർഷത്തിനിടെ 40 പേരാണ് അപകടങ്ങളിൽ മരിച്ചത്. അംഗവൈകല്യം സംഭവിച്ചവരും നിരവധിയാണ്. തോട്ടം മേഖലയിൽ സാധാരണക്കാരായ നിരവധി പേർക്ക് ആശ്രയമായ പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ OP വിഭാഗത്തിൽ പ്രത്യേക ടോക്കൺ സംവിധാനം ഏർപ്പെടുത്തണമെന്നതും നാളുകളായുള്ള ആവശ്യമാണ്. OPയിൽ രോഗികളെ പരിശോധിക്കുന്നയിടത്തും തിരക്ക് നിയന്ത്രിക്കാൻ ഇവിടെ സംവിധാനമില്ല. ഒരു രോഗിയെ പരിശോധിക്കുമ്പോൾ തന്നെ പിറകിലും വാതിൽ കടന്നും രോഗികൾ നിൽക്കുന്നത് പതിവ് കാഴ്ചയാണ്. പ്രായമായവരും ഭിന്നശേഷിക്കാരും തിക്കിത്തിരക്കി OP ടിക്കറ്റ് എടുക്കുന്നതും പതിവാണ്. പ്രത്യേക പരിഗണന അർഹിക്കുന്ന വിഭാഗങ്ങൾക്ക് ടോക്കൺ ഏർപ്പെടുത്തണമെന്നതും പരിശോധനയിൽ സ്വകാര്യത ഉറപ്പാക്കണമെന്നും ആവശ്യമുണ്ട്. നേരത്തെ പുതുക്കാട് താലൂക്ക് ആശുപത്രി വികസനവുമായി ബന്ധപ്പെട്ട് മന്ത്രി വീണ ജോർജിന്റെ അധ്യക്ഷതയിൽ യോഗം ചേർന്നിരുന്നു. ആശുപത്രിയുടെ വികസന പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കാൻ ആവശ്യമായ നടപടികൾ ഉണ്ടാകുമെന്ന് അന്ന് KK രാമചന്ദ്രൻ MLA അറിയിച്ചിരുന്നു. എന്നാൽ ഇപ്പോഴും ആശുപത്രിയെ ആശ്രയിക്കുന്ന രോഗികളുടെ ദുരിതം മാറ്റമില്ലാതെ തുടരുകയാണ്.